കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, വീണ്ടും ഒരു സന്ധ്യ ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. നാളത്തെ നല്ല പ്രഭാതം പരിശുദ്ധനായ പരമലമാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ ഓർമ്മ ദിനമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പരമലയിലേക്ക് വിശ്വാസ സമൂഹം ഒഴുകിയെത്തുന്നു. ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 46-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടതകളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി കുലുങ്ങിപ്പോയാലും പർവ്വതങ്ങൾ ഇളകി സമുദ്രമധ്യത്തിൽ വീണാലും ഭയപ്പെടുകയില്ല. അതിലെ ജലം അലറി പതഞ്ഞു പൊങ്ങിയെങ്കിലും അതിൻ്റെ പ്രക്ഷോഭം കൊണ്ട് പർവ്വതങ്ങൾ വിറച്ചാലും നാം ഭയപ്പെടുക ഇല്ല. മനുഷ്യ ജീവിതത്തിൽ കഷ്ടതകളും വ്യാധികളും ഉണ്ടായേക്കാം. ഭൂമി കുലുങ്ങിപ്പോവുകയോ പർവ്വതങ്ങൾ ഇളകി സമുദ്രത്തിൽ പതിക്കുകയോ ചെയ്തേക്കാം. ഇതുപോലെയുള്ള ഏതെല്ലാം സംഭ്രമജനകമായ സംഭവങ്ങൾ ഉണ്ടായാലും ദൈവം നമുക്ക് രക്ഷാസങ്കേതവും അടുത്ത തുണയുമായിരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചതുപോലെ തന്നെ പരിശുദ്ധനായ പരമല തിരുമേനിയും തൻ്റെ ജീവിതം കൊണ്ട് ഇത് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ ഓർക്കുകയാണ്, ഒരു ഭവനത്തിലെ ഒരു യൗവനക്കാരൻ ഒരു ട്രെയിൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു. അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയം അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെയധികം വേദനയോടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ദൈവം എവിടെയായിരുന്നു അച്ചോ? പുത്രവിയോഗം മൂലം അടക്കുവാനാവാത്ത ഹൃദയവേദനയോടുകൂടി വിങ്ങിപ്പൊട്ടിയ ആ പിതാവിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിഞ്ഞത് ഇപ്രകാരമാണ്: സ്നേഹിത, ദൈവത്തിൻ്റെ മകൻ കൊല്ലപ്പെട്ടപ്പോൾ അവിടുന്ന് എവിടെയായിരുന്നു? അവിടെ തന്നെ ആയിരുന്നു താങ്കളുടെ മകൻ കൊല്ലപ്പെട്ടപ്പോഴും ദൈവം. ഈ മറുപടിക്ക് ശേഷം ആ പിതാവിന് എന്തെങ്കിലും തുടർന്ന് ചോദിക്കുവാൻ കഴിഞ്ഞില്ല. സ്വന്തം പുത്രനെ കുരിശിൽ ഏൽപ്പിച്ചു കൊടുത്ത പിതാവായ ദൈവത്തോട് എന്നെ കൈവിട്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടും അവിടുന്ന് ഒരു മറുപടിയും പറഞ്ഞതായും നാം കാണുന്നില്ല. മനുഷ്യന്റെ ചില ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി നൽകിയില്ലെന്ന് വരാം. പക്ഷേ ദൈവഹിതത്തിന് തങ്ങളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നവർ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ അമർത്യ ശരീരം ധരിക്കുവാൻ ദൈവം ഇടയാക്കും. ഇതൊരു നിത്യ യാഥാർത്ഥ്യമാണെന്ന് അറിയാവുന്നവർ പോലും രോഗങ്ങളും ദുഃഖങ്ങളും അത്യാഹിതങ്ങളും ഉണ്ടാകുമ്പോൾ ഇവയൊന്നും അകറ്റി നിർത്തുന്നില്ല എന്ന് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഉത്തരം കിട്ടാത്തപ്പോൾ ദൈവം മരിച്ചുപോയോ എന്നും ചിലർ പറയും. എന്നാൽ എല്ലാ സംഭവങ്ങളെയും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി കൂട്ടിയിണക്കുന്ന ദൈവത്തിന്റെ കരുതലിലും സ്നേഹത്തിലും വിശ്വസിക്കുന്ന ഭക്തജനങ്ങൾ അവലംബിക്കേണ്ട മനോഭാവം എന്താണെന്നാണ് ഞാൻ മുന്നമേ സൂചിപ്പിച്ച 46-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അത്യാഹിതങ്ങളാകുന്ന കൊടുങ്കാറ്റിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സങ്കേതമായിട്ടല്ല ദൈവത്തെ കാണേണ്ടത്. പ്രത്യുത ജീവിതത്തിൽ എന്തെല്ലാം പ്രക്ഷോഭങ്ങളും കൊടുങ്കാറ്റുകളും ഉണ്ടായാലും ദൈവം അടുത്ത തുണയായിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ വിശ്വസിക്കുന്നത്. ജീവിതത്തിൽ എത്ര തന്നെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായാലും ഇളകാതെയും കുലുങ്ങാതെയും നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തി പകർന്നു തരുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ പരിശുദ്ധനായ പരമല തിരുമേനിയും നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 9-ാം വയസ്സിൽ കോറൂയോ സ്ഥാനത്ത് എത്തുകയും 16-ാം വയസ്സിൽ കശീശായും കോറപ്പിസ്കോപ്പായും ആവുകയും 28-ാം വയസ്സിൽ മെത്രാപ്പൊലിത്ത ആവുകയും ചെയ്ത ആ വന്യപിതാവ് കഠിനമായ ഉപവാസത്തിലൂടെ, ദീർഘമായ പ്രാർത്ഥനകളിലൂടെ, നിരന്തരമായ മൗനധ്യാനത്തിലൂടെ, ഇന്ദ്രിയ സംയമനത്തിലൂടെ, ധർമാചരണത്തിലൂടെ വളരെ ലളിതമായ ജീവിതം നയിച്ച് നമുക്ക് മാതൃക നൽകിയ വന്യപിതാവാണ്.
ആ പിതാവിൻ്റെ ദൈവാശ്രയം ഇന്നും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത അനേകർക്ക് ആശ്വാസമായി ധൈര്യമായി മാറുന്നു എന്നുള്ളതൊരു സത്യം. അതുകൊണ്ട് ഈ സന്ധ്യയിൽ നമുക്ക് നമ്മെ നടത്തുന്ന ദൈവത്തിൽ ശരണപ്പെടാം. അവനായിരിക്കട്ടെ നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവും എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.